ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് പോലത്തെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോപ്പ് ബോംബാണ്. അപ്പോൾ ബോംബെന്ന് പേരുണ്ട് വെച്ചെങ്കിൽ ചെറിയ പടക്കം പോലത്തെ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഇതേപോലത്തെ 2-3 വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഓലയിൽ ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. വേറൊരു വീഡിയോ ഒന്ന് കട്ടിയിട്ട് ആ വർക്ക് ചെയ്യുന്ന ഭാഗം മാത്രം ഇങ്ങോട്ട് ഇട്ടിക്കാണ്. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വർക്കിംഗ് ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുന്നേറ്റ് കാണാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നേരെ ശ്രദ്ധിച്ചെടുക്കും ചെയ്യും. പിന്നെ നമ്മൾ ഈ പോപ്പ് ബോംബ് കുട്ടികളൊക്കെ ഉണ്ടാക്കുക വെച്ചെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ഒപ്പം തന്നെ ചെയ്യുക. കാരണം ഇത് വലിയ ഡേഞ്ചറൊന്നും ഇല്ലെങ്കിലും ഇത് എറിയുക ചെയ്യുക. അപ്പോൾ ഈ എറിയുന്ന ടൈമിൽ നമ്മൾ പടക്കം പോലെ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നേരെ സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് തീപ്പെട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തീപ്പെട്ടിയുടെ ആ മരുന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് തീപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തീപ്പെട്ടി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മരുന്ന് നമ്മളൊരു പേപ്പർക്ക് പ്ലെയർ വെച്ച് കളക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്ലെയർ വെച്ച് ചെയ്യണത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൈയോട്ടൊക്കെ ചെയ്യാൻ വെച്ചെങ്കിൽ കുറേ ടൈം പിടിക്കും. അപ്പോൾ നമ്മൾ മൊത്തം 3 ബോക്സിൽ നിന്ന് തീപ്പെട്ടികളെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേറ്റ് 2 എണ്ണം വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും വർക്ക് ചെയ്തില്ല. അതോട്ട് ഇപ്പോൾ നമ്മൾ 3 എണ്ണം ഒരേപോലെ എടുത്തിട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാത്തും വന്ന് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മരുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യണത് ഒരു ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ പരന്നുമായിട്ടുള്ള ആ മരുന്നൊക്കെ നമ്മൾ സെൻറ്ററിലാക്കി വെക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ 3 ബോക്സ് എടുത്തിട്ട് നമ്മൾ തീപ്പെട്ടി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഭാഗം ഒരെയുള്ള ഭാഗം നമ്മൾ ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരേപോലെ ചേർത്താലുള്ള നമ്മൾ പോപ്പ് ബോംബ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ഇത് ശരിക്കും കത്തി പിടിക്കുള്ളൂ. അപ്പോൾ 3 എണ്ണത്തിൽ വന്ന് നമ്മൾ അതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു ബാറ്ററി എടുക്കണം. ആ ബാറ്ററി വെച്ചിട്ട് നമ്മൾ എടുത്ത മരുന്നൊക്കെ നമ്മൾ പൊടിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അലുമിനിയം ഫോയിലാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കരിങ്കല്ലിൻ്റെ പൊട്ടുകൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 4-5 എണ്ണം അങ്ങനെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെറിയ കല്ലുകളൊക്കെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ മരുന്ന് നമ്മളേക്ക് ഇടുകയാണ്. എന്നിട്ട് നമ്മൾ അലുമിനിയം ഫോയിലിൻ്റെ 4 മൂല ഒരേപോലെ വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണ്. അത് മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ വെച്ച കല്ലും അതേപോലെ തന്നെ നമ്മൾ ആ തീപ്പെട്ടിപ്പൊന്ന് എടുത്താൽ മരുന്നൊക്കെ കറക്റ്റ് അടിയിൽ തന്നെ വരണം. നല്ല ടൈറ്റിൽ ഇത് മടക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് എറിഞ്ഞു കൊടുക്കുന്ന ടൈമിൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയേക്കാം. ഇത് ഇനി നേരെ നിലത്തേക്കൊന്ന് എറിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എറിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് ചെയ്യുന്ന ആ മരുന്നൊക്കെ നല്ല കത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കവർ ചെയ്ത് വെച്ചിരുന്ന അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.